ഹലോ എവറി വൺ. ആകാശം എന്ന കഥയുടെ 43-ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. അനുപമ കിരണിൻ്റെ അരികിലേക്ക് ഓടി വന്നു. കിരൺ, ഞാൻ ഇത്രയൊക്കെ നിന്നെ വേദനിപ്പിച്ചിട്ടും നിനക്കിപ്പോഴും എന്നെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അവൾ സങ്കടത്തോടെ അവനെ നോക്കി. അവനൊന്നും പറഞ്ഞില്ല. അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവൾക്ക് പിന്നാലെ വന്ന ആലീസ് പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു. തൻ്റെ ദേഹത്തേക്ക് വീണ അനുവിനെ കിരൺ തൻ്റെ നെഞ്ചിലേക്ക് സ്നേഹത്തോടെ ചേർത്തു വച്ചു. കിരൺ തിരിച്ചു പോയതിനു ശേഷവും അനുവിൻ്റെ മനസ്സിൽ ഗായത്രിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എത്രയൊക്കെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും കിരണിൻ്റെ ആത്മാർത്ഥമായ സ്നേഹത്തിനു മുൻപിൽ താൻ തോറ്റുപോയിരിക്കുന്നു. അവൻ്റെ മമ്മയോടിനി താൻ എന്തു മറുപടി പറയും? അവർ കണ്ടുവച്ച അവർക്കിഷ്ടപ്പെട്ട മരുമകളാണ് ശ്വേത. തന്നെ അവർ ഒരിക്കലും കിരണിൻ്റെ ഭാര്യയായി അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അവരുടെ വാക്കിൽ പോലും അല്പം ഭീഷണിയുടെ സ്വരമുണ്ടായിരുന്നു. അനുപമയുടെ ഫോണിലേക്ക് അപ്പോഴേക്കും നീലിമ വിളിക്കാൻ തുടങ്ങി. അനു ഫോണെടുത്തു. പറ നീലിമ, നീ ആ റിസൾട്ട് പോയി നോക്കിയോ? ഡോക്ടറെ കണ്ട് സംസാരിച്ചോ? നീലിമ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. നിന്റെ ഊഹം ശരിയായിരുന്നു അനു. ലഹരിമരുന്ന് നീ കഴിച്ച ജ്യൂസിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നീലിമ അവളോടായി പറഞ്ഞു. നിനക്ക് ഈ കാര്യം കിരൺ സാറിനോട് പറഞ്ഞോടെ? ശ്വേത ഇങ്ങനൊരു കാര്യം ചെയ്തത് കിരൺ സാറും ഗായത്രി മേഡവും എല്ലാം അറിയട്ടെ. അതോടെ മേമന് ശ്വേതയോടുള്ള ഇഷ്ടം കുറയും. ഇത് നിനക്ക് നല്ലൊരു ചാൻസാണ്, നീലിമ അനുപമയോടായി പറഞ്ഞു. നീലിമ, തൽക്കാലം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് കിരൺ സാർ അറിയാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ലാബിൽ നിന്നും ഈ റിസൾട്ട് വാങ്ങാനുള്ള കാര്യം കിരണിനോട് പറയാതെ നിന്നോട് പറഞ്ഞത്. അവൾ കോൾ കട്ട് ചെയ്തു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഞായറാഴ്ച അതിരാവിലെ തന്നെ അനുപമ എഴുന്നേറ്റു. അവൾ വല്ലാത്ത ഉത്സാഹത്തിലായിരുന്നു. ഇന്നാണ് കിരണിൻ്റെ പപ്പ തന്നെ കാണാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ കിരണും ഉണ്ടാവുമായിരിക്കും. ഉച്ചയാവുമ്പോഴേക്കും അവർ എത്തുമെന്ന് പറഞ്ഞ് അനുപമയ്ക്ക് കോള് വന്നു. അമ്മ വീട്ടിലാകെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു. ഉച്ചഭക്ഷണത്തിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരുന്നു. ആലീസ്, എനിക്കെന്തോ വല്ലാത്തൊരു ഉത്കണ്ഠ. അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ? നമ്മുടെ ഭക്ഷണം, നമ്മുടെ വീട്, സൗകര്യങ്ങൾ, ഇതൊക്കെ അവർക്കിഷ്ടപ്പെടുമോ? കനക ആവലാതിയോടെ ആലീസിനെ നോക്കി. നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കൂ കനക. അവർക്കെല്ലാം നമ്മുടെ അവസ്ഥ ആദ്യമേ അറിയാവുന്നതല്ലേ. മാത്രമല്ല, കിരൺ നമ്മളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നീ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. ആലീസ് അവളെ സമാധാനിപ്പിച്ചു. മോളെ അനു, നീ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരിയായിരിക്കെ. അവരിപ്പോൾ വരും. ആലീസ് അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. ആലീസ്, എനിക്കെന്തോ വല്ലാത്തൊരു ക്ഷീണം പോലെ, ചെറിയൊരു തലകറക്കമുണ്ട്. എല്ലാം കൂടി ആലോചിച്ച് എനിക്ക് വീണ്ടും പ്രഷർ കൂടി എന്നാണ് തോന്നുന്നത്. ഞാൻ അല്പം കിടക്കട്ടെ. നീ അവർ വന്നാൽ എന്നെ വന്ന് വിളിക്കണം. കനക ആലീസിനെ പറഞ്ഞേൽപ്പിച്ചുകൊണ്ട് അമ്മ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ കനകയുടെ മുറിയിലേക്ക് പോയി. മുറിയിലെത്തിയ അവർ കണ്ണടച്ച് കട്ടിലിൽ സ്വസ്ഥമായി കിടന്നു. അമ്മ വീടിൻ്റെ മുറ്റത്തേക്ക് കിരണിൻ്റെ കറുത്ത BMW വന്ന് കയറിയ ശബ്ദം അനുപമ കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ മുറിയിൽ നിന്നും താഴത്തേക്ക് ഓടിയിറങ്ങി. അവൾ അടുക്കള വശത്തേക്ക് ഓടിച്ചെന്നു. ആൻറ്റി, അവർ വന്നു, അവൾ ആലീസിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. ഓ, പെണ്ണിൻ്റെ ഒരു നാണം. ആലീസ് അവളെ കളിയാക്കി ചിരിച്ചു. ശേഷം സാരി നന്നാക്കി ഉടുത്തുകൊണ്ട് മുൻവശത്തേക്ക് അവർ ഇറങ്ങിച്ചെന്നു. ആ അമ്മ വീട്ടിലെ മുഴുവൻ ആളുകളും അതിഥികളെ കാണാനായി ഡൈനിങ് ഹാളിലേക്ക് എത്തി നോക്കി. ആലീസ് കാറിൽ നിന്നും ഇറങ്ങി വരുന്നവരെ നോക്കി മുൻവശത്ത് നിന്നു. ആദ്യം തന്നെ കാറിൽ നിന്നും കിരണും അവൻ്റെ പപ്പയുമാണ് ഇറങ്ങിയത്. പിന്നീടാണ് പിൻവശത്തെ ഡോർ തുറന്നുകൊണ്ട് ലക്ഷ്മിയും ഗായത്രിയും പുറത്തേക്കിറങ്ങിയത്. ബാലചന്ദ്രൻ സാറും ലക്ഷ്മിയും കിരണുമെല്ലാം വളരെയധികം സന്തോഷത്തോടെയാണ് കയറി വരുന്നത്. എന്നാൽ ഗായത്രിയുടെ മുഖത്ത് മാത്രം നേരിയ വിഷാദം ആലീസ് കാണുന്നുണ്ടായിരുന്നു. അവർ എല്ലാവരെയും അകത്തേക്ക് സന്തോഷത്തോടെ ക്ഷണിച്ചു. വീട്ടിലേക്ക് കയറി വന്ന അവർ 4 പേരും ഡൈനിങ് ഹാളിലേക്ക് വന്ന് സോഫയിലിരുന്നു. കിരൺ 4 പാടും അനുപമയെ തിരയുന്നുണ്ടായിരുന്നു. ആലീസ് അവർക്ക് കുടിക്കാനായി ജ്യൂസുമായി വന്നു. അവർ എല്ലാവർക്കും ജ്യൂസ് കൊടുത്തു. ലക്ഷ്മിയുടെ മുഖത്തും ബാലചന്ദ്രൻ സാറിൻ്റെ മുഖത്തും പുഞ്ചിരി തെളിഞ്ഞു. എന്നാൽ ഗായത്രിയുടെ മുഖം ഒട്ടും പ്രസന്നമായിരുന്നില്ല എന്നത് ആലീസ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എവിടെ കിരൺ? അനുപമയെ കണ്ടില്ലല്ലോ.
ബാലചന്ദ്രൻ കിരണിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആലീസ് അനുപമയെ വിളിച്ചു. മോളെ അനു. പതിയെ കിച്ചണിൻ്റെ പാതി തുറന്ന വാതിലിലൂടെ അവൾ ഡൈനിങ് ഹാളിലേക്ക് കടന്നു വന്നു. പുഞ്ചിരിച്ചുകൊണ്ട് തനിക്കരികിലേക്ക് നടന്നെടുക്കുന്ന അനുപമയെ ബാലചന്ദ്രൻ വാത്സല്യത്തോടെ നോക്കിക്കണ്ടു. കിരണിന് ഇവള് നന്നായി ചേരും, അയാൾ പതിയെ ഗായത്രിയോട് പറഞ്ഞു. അല്ലെങ്കിലും തൻ്റെ മകൻ്റെ സെലക്ഷൻ ഒരിക്കലും മോശമാവാറില്ല. അയാൾ പുഞ്ചിരിയോടെ അനുവിനെ നോക്കി. അനുപമ പരമാവധി ഗായത്രിയുടെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു. വരൂ അനു, ഇവിടെ വന്നിരിക്കൂ. ലക്ഷ്മി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. അവളെ തങ്ങൾക്കൊപ്പം സോഫയിൽ കൊണ്ടുവന്നിരുത്തി. അനുപമ ഏറെ വിനയത്തോടെ അവരുടെ അരികിലിരുന്നു. അവൾ ഏറെ നാണത്തോടെ കിരണിനെ നോക്കി. ഈ ഡ്രസ്സിൽ നീ സുന്ദരിയായിട്ടുണ്ട്, കിരൺ അവളുടെ കാതിൽ പതിയെ മന്ത്രിച്ചു. അനുവിൻ്റെ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. മോളെ, ഇതാണോ നിന്റെ അമ്മ? ബാലചന്ദ്രൻ ആലീസിനെ നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു. അല്ല പാപ്പ, ഇതെൻ്റെ ആൻറ്റിയാണ്. അമ്മ മുറിയിലുണ്ട്. അമ്മയ്ക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് കിടക്കുകയായിരുന്നു. അവൾ അത്രയും പറഞ്ഞപ്പോഴേക്കും ആലീസ് കനകയെ വിളിക്കാനായി അവളുടെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. കനക, നീ ഒന്ന് എഴുന്നേറ്റേ, അവർ വന്നു. അവർ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. ആലീസ് അവളെ തട്ടി വിളിച്ചു. അവർ പെട്ടെന്ന് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. ഞാൻ അറിഞ്ഞില്ല. വന്നേ. അവർ ഉടുത്ത സാരിയെല്ലാം നേരെ പിടിച്ച് മുഖം തുടച്ച് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു. സ്റ്റെയർ കേസ് ഇറങ്ങി അവർ പതിയെ ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അവർ 4 പേരും ഇരിക്കുന്ന സോഫയുടെ അഭിമുഖമായി കനക അവർക്ക് നേരെ കൈകൾ കൂപ്പി നിന്നു. ഇതാണ് കനക, അനുവിൻ്റെ അമ്മയാ. കിരൺ അവരെ എല്ലാവർക്കുമായി പരിചയപ്പെടുത്തി. കനകയുടെ കണ്ണുകൾ എവിടെയോ കൊളുത്തി വലിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് തൻ്റെ സ്വയം കണ്ണുകളെ വിശ്വസിക്കാനായില്ല. തൻ്റെ മുന്നിലിരിക്കുന്ന ബാലചന്ദ്രനെ കണ്ടതും അവർ ഒരു നിമിഷം സ്തബ്ധയായിപ്പോയി. ബാലചന്ദ്രനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. കനകലക്ഷ്മി, അയാളുടെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. ബാലചന്ദ്രൻ ആദ്യ കാഴ്ചയിൽ തന്നെ കനകലക്ഷ്മി എന്ന ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അവർ തമ്മിലുള്ള പരിചയം അതെങ്ങനെയായിരിക്കും? കാത്തിരുന്ന് കാണാം. ആകാശം കഥയുടെ അടുത്ത പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്.